തൂതയിൽ പുതിയ പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പാലം നിർമ്മാണം ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രവൃത്തികൾ വിലയിരുത്താനെത്തിയ പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. 10 മീറ്റർ വീതിയിലും 140 മീറ്റർ നീളത്തിലുമാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ ഗർഡറുകൾ ശനിയാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങി. 6 തൂണുകളിലായി 18 വലിയ ഗർഡറുകളാണ് സ്ഥാപിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ചാണ് നേരത്തെ തയ്യാറാക്കിയ ഗർഡറുകൾ തൂണുകളിൽ ഘടിപ്പിക്കുന്നത്. പാലം നിർമ്മാണത്തിൽ ഏറെ ശ്രമകരമായ പ്രവൃത്തിയാണ് ഇത്. പഴയ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലവും നിർമ്മിക്കുന്നത്. പ്രവൃത്തികൾ വിലയിരുത്താൻ പി മമ്മിക്കുട്ടി MLA സ്ഥലത്തെത്തി. ചെർപ്പളശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KT ജംസിയ, വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മുണ്ടൂർ തൂത 4-വരിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തിയാണ് തൂതയിൽ പുതിയ പാലവും നിർമ്മിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രവൃത്തികൾ ആരംഭിച്ചതാണെങ്കിലും മഴ തുടങ്ങിയതോടെ നിർത്തിവെക്കുകയായിരുന്നു. പുഴയിലെ വെള്ളം പൂർണ്ണമായും തടഞ്ഞു നിർത്തി ഓവുചാലിലൂടെ കടത്തിവിട്ടാണ് ഇപ്പോൾ പ്രവൃത്തികൾ നടത്തുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ പാലം പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. LDF സർക്കാരിൻ്റെ വികസന പദ്ധതികളിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് തൂത പാലമെന്നും MLA അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഈ പുഴ ഉള്ളിലാണല്ലോ നിൽക്കുന്നത്. അതിൻ്റെ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു തന്നെ കഴിഞ്ഞ കൊല്ലം തന്നെ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ സാഹിബിൻ്റെ ഒരു സ്പാനിൻ്റെ വർക്ക് പൂർത്തിയാകുന്നതിന് മുമ്പ് വെള്ളം വന്നു. മഴ നേരത്തെ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വേനലിൽ തന്നെയാണ് ഈ സ്പാനിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ വെള്ളം ഏറെക്കുറെ ഒരു നിയന്ത്രണ വിധേയമായിട്ടല്ലേ പറ്റൂ. വളരെ സ്പീഡിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്ലാബ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു സ്ലാബ് ഫിറ്റ് ചെയ്തു. ഇന്നിപ്പോൾ ബാക്കി 2 സ്ലാബ് ഫിറ്റ് ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ സ്ലാബ് ഫിറ്റ് ചെയ്ത് അപ്രോച്ച് റോഡും കൂടി ശരിപ്പെടുത്തി കഴിഞ്ഞാലാണ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടത്തുന്നുണ്ട്. 6 സ്പാനുകളായിട്ട് 18 സ്ലാബുകളാണ് വേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ 3 സ്ലാബുകളാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 18 സ്ലാബുകൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു താമസം വരും. വളരെ ശ്രദ്ധിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജാഗ്രതയോടു കൂടി നിർവഹിക്കേണ്ട ജോലിയാണത്. ആ ജോലി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രാക്ടർമാരും നിർവഹിച്ച് പോകുന്നുണ്ട്. എന്തായാലും ഈ നിർമ്മാണ പുരോഗതി ഒന്ന് വിലയിരുത്താനാണ് ഞങ്ങളൊക്കെ ഈ സൈറ്റിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അധികം താമസിയാതെ തന്നെ ഈ സ്ലാബ് ഫിറ്റിംഗ് കൂടി കഴിഞ്ഞാൽ അധികം താമസമില്ലാതെ നമുക്ക് ഫെബ്രുവരി അവസാനമാകുമ്പോഴത്തേനും ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പാലം വന്നാലും പഴയ പാലം നിലനിർത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 90 വർഷത്തിലധികം പഴക്കമുള്ളതാണ് പഴയ പാലം. Niva Gold, Diamonds and Platinum, ചെർപ്പളശ്ശേരി and ഒറ്റപ്പാലം.